ചീസും മിൽക്കും എല്ലാം കൂടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ഒരു ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് അരികെല്ലാം മുറിച്ചെടുത്ത 4 കഷ്ണം ബ്രെഡ് ബട്ടറിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാമേ. അപ്പം ബ്രെഡെല്ലാം ചൂടാക്കി വന്നതിന് ശേഷം 2 സൈഡ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് പഞ്ചസാര പാലിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മിൽക്ക് മെയ്ഡ് എല്ലാം ചേർത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാമേ. അപ്പം ചീസെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് അടുത്ത ലെയർ ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ചീസും വെച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 3ാമത്തെ ലെയർ ബ്രെഡും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും കുറച്ച് ചീസൊന്ന് സ്പ്രെഡ് ചെയ്ത് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം ലാസ്റ്റ് ബ്രെഡും കൂടി അതിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് പാല് മാത്രം ഒന്ന് ഒഴിച്ച് കൊടുക്കാമേ. അപ്പം ഒരു 10 മിനിറ്റൊക്കെ നമുക്കിതുപോലെ വെച്ച് അതിൽ പാലെല്ലാം പിടിക്കത്തക്ക രീതിയിലും ചീസെല്ലാം നല്ല രീതിയിൽ ചൂടാക്കത്തക്ക രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് സാധനമാണ്, മറിച്ചിടാനൊന്നും പറ്റുന്നില്ല, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പാലും പഞ്ചസാരയും മാത്രം ഉണ്ടെങ്കിലും ഈ രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം. ചീസൊന്നും ഇല്ല എന്നുള്ളത്, ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് വരില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഏറ്റവും മുകളിലത്തെ ലെയറിലായിട്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.